ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. S&D വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്ന ഒരു 2.1 3-വേ സിസ്റ്റമാണ്. ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്, കണ്ണൂരുള്ള. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ചെയ്ത ഒരു 2.1 3-വേ സിസ്റ്റമാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പും ഇതേ സ്പെസിഫിക്കേഷനുള്ള സിസ്റ്റം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു സിസ്റ്റം തന്നെ ഇപ്പം 2.1 ഒക്കെ ചോദിച്ചു വരുന്ന ആളുകളോട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോഡലാണിത്. കാരണം ഞാൻ ഇത് ഡിസൈൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ശരിക്കും ഇത് നമുക്ക് തന്നെ ഉപയോഗിച്ചാൽ പോരെ എന്ന് വരെ ചിന്തിച്ചു. അതായത് കൊടുക്കാൻ ഒരു മനസ്സ് വരാത്ത ഒരു സിസ്റ്റമാണ്. കാരണം അത്രയ്ക്ക് നല്ല ഓഡിയോ ക്വാളിറ്റി റിസൾട്ട് തരുന്ന ഒരു 2.1 3-വേ സിസ്റ്റമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഇത് പ്രിഫർ ചെയ്യുന്നു. അപ്പം അവർ വന്ന് ഓഡിയോ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഡയറക്റ്റായിട്ട് കോൾ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിക്കൊണ്ട് കോൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു അക്രലിക് ഷീറ്റ് തന്നെ, അതായത് ഒരു ഗ്ലോസി മാറ്റ് ഫിനിഷിൽ അക്രലിക് ഷീറ്റിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് G-Starന്റെ 2.1 റിമോട്ട് കിറ്റ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ 2 VU മീറ്റർ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കൺട്രോളർ കൊടുത്തിരിക്കുന്നത്, ഒന്ന് മാസ്റ്റർ കൺട്രോളറും ഒന്ന് സബിന്റെ കൺട്രോളറുമാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ ഇന്റീരിയർ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കാണാം. ഇതാണ് നമ്മളുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആദ്യം തന്നെ പറയുന്നത് പോലെ തന്നെ ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു 10 ആംപിയറിന്റെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് 27027ന്റെ ടാപ്പിംഗ് ആണ്. അതുകൂടാതെ സ്പീക്കർ പ്രൊട്ടക്ഷനും അതേപോലെ നമ്മൾ ഫാന്, ലൈറ്റ്, റിമോട്ട് കിറ്റിന് ഇതിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് ടാപ്പിംഗ് 12012ന്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ 27027ന്റെ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത് 10,000 MFDയുടെ കപ്പാസിറ്റർ ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 63 വോൾട്ട് 10,000 MFDയുടെ കപ്പാസിറ്റർ 4 ഉപയോഗിച്ചാണ് നമ്മൾ ഈ പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബോർഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മോസ്ഫെറ്റിൻ്റെ IRFന്റെ മോസ്ഫെറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. IRF 240 9240 കോമ്പിനേഷൻ വരുന്ന നമ്മളുടെ സ്ഥിരം ചെയ്യുന്ന ബോർഡ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കമ്പോണൻസും ഇതിൻ്റെ ഒറിജിനലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് ഫിൽറ്ററോട് കൂടി വരുന്ന ബോർഡാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഹീറ്റ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ 2 ചാനലിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് തോഷിബയുടെ ഒറിജിനൽ ട്രാൻസിസ്റ്റർ തന്നെയാണ്. 52001943 കോമ്പിനേഷൻ വരുന്ന ഒറിജിനൽ ട്രാൻസിസ്റ്റർ തന്നെയാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ബോർഡും നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ഇതിൽ 2.1 പ്രൊട്ടക്ഷനാണ്. സബിന് വേണ്ടി ഒരു വലിയ റിലേയും ചാനലിന് വേണ്ടി 2 ചെറിയ റിലേയുമാണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ്. യൂണിവേഴ്സലിൻ്റെ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് താരതമ്യേന നോയിസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ളൊരു ബോർഡാണ്. അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ തരുന്ന ഒരു ബോർഡ് കൂടിയാണ് ഈ യൂണിവേഴ്സലിൻ്റെ ബോർഡ്. യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയ പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15015 ഡ്യുവൽ പവർ സപ്ലൈ ആണ് ഈ ഒരു ടോൺ കൺട്രോളർ ബോർഡിന് വേണ്ടിയത്. പിന്നെ ഇതാണ് നമ്മളുടെ റിമോട്ട് കിറ്റിൻ്റെ ബോർഡ് വരുന്നത്. ഇതൊരു ചെറിയ ഒരു DSP കിറ്റാണ്. ഇതിൽ HDMI, ഒപ്റ്റിക്കൽ, കോയാക്സിൽ എല്ലാം ഇതിൽ വരുന്നുണ്ട്. നല്ല ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഡ്യുവൽ സപ്ലൈ ഇത് നമ്മളുടെ ടോൺ കൺട്രോൾ ബോർഡിന് വേണ്ടിയുള്ള ഡ്യുവൽ സപ്ലൈ ആണ്. പിന്നെ ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ 2 ബക്ക് കൺവേർട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ റിമോട്ട് കിറ്റിന് വേണ്ടിയുള്ള കൺവേർട്ടറാണ്, ബൾക്ക് കൺവേർട്ടറാണ്. അതിൽ നിന്ന് തന്നെ ആണ് നമുക്ക് നമ്മളുടെ VU മീറ്ററിലേക്കുള്ള സപ്ലൈ നമ്മൾ അതിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫാനിനും ലൈറ്റിനും വേണ്ടി നമ്മൾ ഇവിടെ സെപ്പറേറ്റ് വേറെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ഫാനാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ സബിൻ്റെ ബോർഡിനും സ്റ്റീരിയോ ബോർഡിലേക്കും വരുന്ന രീതിയിൽ ഇവിടെ ഒരു ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു എക്സോസ്റ്റ് ഫാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന ഹീറ്റ് വെളിയിലേക്ക് പോകുന്ന രീതിയിൽ ആണ് നമ്മളിവിടെ ഈ ഫാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയർ ഉള്ളത്. ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ
ഈ ഒരു ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ഇഞ്ച് ഹൈറ്റുള്ള ഒരു ക്യാബിനറ്റാണ്. നമ്മൾ 5.1 സിസ്റ്റം ഒക്കെ ചെയ്യുന്നത്, ഹെവി ആയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ക്യാബിനറ്റിലാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ക്യാബിനറ്റാണ്. അപ്പം നമ്മളിവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഒരു 6RC കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 4 നമ്മൾ ഇതിൽ കണക്ഷൻസ് ഒന്നുമില്ല. ഈ 2 വരുന്നത് നമ്മൾ FM-ൻ്റെ ആൻറ്റിനയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതിൽ കൊടുത്തെന്ന് പറഞ്ഞാലും FM നമുക്ക് കിട്ടും. നമ്മളൊരു RCA സോക്കറ്റ് വെച്ചിട്ടാണ്, ഒരു പിന്ന് വെച്ചിട്ടാണ് നമ്മൾ FM-ൻ്റെ ആൻറ്റിന നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഓക്സ്, ഇങ്ങനെയാണ് നമ്മുടെ ഈ കിറ്റിൽ വരുന്നത്. പിന്നെ നമ്മളിവിടെ ബാക്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും സബും ഈ 3 ചാനലിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ഒരു 3 ആംപിയറിൻ്റെ ഫ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC കോഡൊക്കെ നല്ല പ്യുവർ കോപ്പറിലുള്ള നല്ല AC കോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ കാഴ്ചകൾ. ഇതൊക്കെയാണ്. നമുക്കിനി നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ആംപ്ലിഫയർ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക്, പ്രീമിയം ലുക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മളൊരു സബിൻ്റെ വോളിയം കൺട്രോളർ ഇതാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ മാസ്റ്റർ കൺട്രോളർ വരുന്നത്. ഈ മാസ്റ്റർ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു എൻകോഡറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇതിൽ തന്നെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ എടുക്കാൻ സാധിക്കും. പിന്നെ ഈ 2 സൈഡിലായിട്ട് നമ്മൾ 2 VU മീറ്റർ കൊടുത്തിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് VU മീറ്റർ ആണ്. പിന്നെ ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കരോക്കെ ആംപ്ലിഫയർ കൂടിയാണ്. 2 മൈക്ക് നമുക്ക് ഇതിൽ കൊടുക്കാം. 2 മൈക്ക് കൊടുത്തിട്ട് നമുക്ക് കരോക്കെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇൻബിൽട്ടായിട്ട് തന്നെ കരോക്കെ ഉള്ളതാണ്. മൈക്കിൻ്റെ വോളിയം, അതേപോലെ എക്കോ, ഇതൊക്കെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ USB നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബ്ലൂടൂത്ത് ഉണ്ടാവും, FM ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മളുടെ ഈ കിറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ. കാലം കൈയൊന്നും കിട്ടില്ല, ഈ ബോക്സ് മാത്രം കിട്ടിയാൽ മതി. ഇത് ഞാൻ പറയുന്നതിൻ്റെ അനുസരിച്ച് കേട്ടോ. ഓണാക്കിയേക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 3-വേ ബോക്സ് ഇതാണ്. 3-വേ ബോക്സിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവാർഡിൻ്റെ 10 ഇഞ്ചിൻ്റെ വൂഫറാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 8 ohms ആണ് ഇതിൽ വരുന്നത്. ഈ 3 ഡ്രൈവുകളും 8 ohms ആണ്. അതായത് വൂഫറും മിഡ് റേഞ്ചും ട്യൂട്ടറും. ട്യൂട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സിൽക്കി ഡൂം ട്യൂട്ടറാണ്. നല്ല ക്വാളിറ്റിയുള്ള സിപ്പിൻ്റെ തന്നെ ട്യൂട്ടറാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന 5 ഇഞ്ചിൻ്റെ മിഡ് റേഞ്ച്, ഇതും സിപ്പിൻ്റെയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്രോസ് ഓവർ 3-വേ ക്രോസ് ഓവർ, അത് നമ്മൾ സിപ്പിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബോക്സ് ചെയ്തിരിക്കുന്ന MDF-ലാണ്, 1/2 ഇഞ്ച് MDF-ലാണ് നമ്മൾ ഈ ബോക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോട്ടിങ് PVC കോട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ബോക്സിൽ വരുന്നത്. ഇതൊക്കെയാണ്. ഇനി നമ്മൾ ഒരു ടെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടെസ്റ്റ് വീഡിയോ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 10 സെക്കൻഡ് മാത്രമേ ഈ ടെസ്റ്റ് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള സിസ്റ്റം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലുള്ള നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.